Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we learned what are the journal entries included in dissolution of partnership firm. Today we are going to discuss a simple problem relating to dissolution of firm. Today's question is this. On 31st March 2016, the firm of Hari, Sabu and Ravi, sharing profit and losses in the ratio of 3:2:1, had the following assets and liabilities. Balance sheet as at 31st March 2016. Liabilities asset. First liabilities. Bank overdraft 7,000. Creditors 22,000. Provident fund 6,000. Hari's loan 5,000. Mrs. Ravi's loan 4,000. Accident compensation fund 9,000. Then capital of Hari 12,000. Sabu 8,000. Ravi 6,000. Then asset side. Cash 10,500. Debtors amount inner column 20,500 less provision for bad debts 500. Outer column 20,000. Stock 18,500. Investment 12,000. Patent rights 8,000. Goodwill 4,000. Profit and loss account 6,000. Balance sheet total 79,000. Then paragraph. The firm is dissolved. Debtors and stock realized rupees 17,500 and 16,500 respectively. Patent right and goodwill are found valueless. Hari discharged bank overdraft and Ravi agreed to discharge Mrs. Ravi's loan. Creditors are paid rupees 19,000 in full settlement. Realization expenses amounted to rupees 4,500 and is paid by Sabu. Liability on accident compensation had to be paid rupees 3,000. Prepare accounts to close the books of the firm. We discussed this problem into three different groups. First, preparation of a realization account. Second one, preparation of partner's capital account. Last one, cash account. Okay, let's start. First we prepare a realization account. Okay. Realization account, debit side, credit side, particulars rupees. Okay, സാധാരണ പോലത്തെ ഒരു അക്കൗണ്ട് തന്നെയാണ് realization account. നമ്മുടെ മീനിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. Okay. Then first നമ്മൾ close and transfer all asset to realization account. That means it is posted to the debit side of realization account. All asset ആണ്. Debtors, stock, investment, patent right, goodwill. ഇത് ഇത്രയും, അതായത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ദെൻ അക്യുമുലേറ്റഡ് ലോസ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, ഇവ ഒഴികെയുള്ള അസറ്റുകളാണ് നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഈ 4 ഐറ്റം ട്രാൻസ്ഫർ ചെയ്തു. ഡെറ്റേഴ്സ് 20,500, സ്റ്റോക്ക് 18,500, ഇൻവെസ്റ്റ്മെന്റ് 12,000, പേറ്റന്റ് റൈറ്റ് 8,000, ഗുഡ്വിൽ 4,000. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലെ, അതായത് ബുക്ക് വാല്യൂ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന സെയിം ഫിഗർ ആണ്. അതാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ബുക്ക് വാല്യൂ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ സെക്കൻഡ്, ക്ലോസ് ആൻഡ് ട്രാൻസ്ഫർ ഓൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഓർ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ്. നമുക്ക് ആദ്യം പ്രൊവിഷൻ, സൺട്രി ഡെറ്റേഴ്സ് ലെസ് പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അതാണ് ബൈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് 500, ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് 9,000, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് 7,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 22,000, മിസ്സസ് രവീസ് ലോൺ 4,000. മിസ്റ്റർ രവിയുടെ ലോൺ ആണെങ്കിൽ നമ്മളിവിടെ എടുക്കില്ല, കാരണം മിസ്റ്റർ രവി നമ്മുടെ പാർട്ട്ണർ ആണ്, മിസ്സസ് രവി ഔട്ട്സൈഡർ ആണ്. അതുകൊണ്ട് മിസ്സസ് രവീസ് ലോണും എടുത്തു. അപ്പൊ ഇത്രയും. ദെൻ പ്രോവിഡന്റ് ഫണ്ട് 6,000. ഇത്രയും നമ്മുടെ ലയബിലിറ്റി സൈഡിലെ ഐറ്റംസ് നമ്മൾ പോസ്റ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതും ബുക്ക് വാല്യൂ തന്നെയാണ്. അതായത് ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റ്, നമ്മുടെ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ഫിഗർ തന്നെയാണ് നമ്മൾ അതുപോലെ എടുത്തെഴുതിയത്. ഓക്കെ. അപ്പം അസറ്റ് ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത്, ലയബിലിറ്റിയും ക്ലോസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ചെയ്യേണ്ടുന്നത് അസറ്റ് റിയലൈസ് ചെയ്യണം, അസറ്റ് വിൽക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അസറ്റ് വിൽക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? ബൈ ക്യാഷ്. ദാറ്റ് ഈസ് ക്യാഷ് അക്കൗണ്ട് അറ്റ് റിയലൈസേഷൻ ആണ് ബൈ ക്യാഷ് എന്ന് എഴുതുന്നു. ഓക്കെ. ഈ ക്വസ്റ്റ്യനില് പിന്നെ പേറ്റന്റ് റൈറ്റ് ആൻഡ് ഗുഡ്വിൽ എന്താണ് അക്കൗണ്ടിൽ വാല്യൂ ലെസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പേറ്റന്റിനും വാല്യൂ ഇല്ല, ഗുഡ്വില്ലിന് വാല്യൂ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് രണ്ടും നമ്മൾ ഇനി ഇവിടെ എഴുതില്ല. Then at the debtors and stock realized, debtors rupees 17,500, stock 16,500. Okay, അപ്പം ക്യാഷിന് ഒരു കോളം കൊടുത്തിട്ട് 1 by 1 ആയിട്ട് എഴുതുക. ഐറ്റംസ് വിട്ടു പോകാതിരിക്കും. ഓക്കെ. അപ്പം
ഡെറ്റേഴ്സ് 17,000. അപ്പൊ നോക്കിയാൽ ഡെറ്റേഴ്സ് 20,500 ഉണ്ടായിരുന്നു. അത് എത്ര രൂപയ്ക്കാണ് റിയലൈസ് ചെയ്തത്? 17,500 റിയലൈസ് ചെയ്തത്. സ്റ്റോക്ക് 18,500 ഉണ്ടായിരുന്നു. അത് 16,500 റിയലൈസ് ചെയ്തത്. ഇത് റിയലൈസ്ഡ് വാല്യൂ ആണ്. വിറ്റ് കിട്ടിയ എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. ദെൻ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒരു ഐറ്റത്തിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ബുക്ക് വാല്യൂ തന്നെ റിയലൈസ് ചെയ്യുക. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് 12,000 ആണ്. ആ 12,000 എമൗണ്ടിൽ തന്നെ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ്മെന്റ് റിയലൈസ് ചെയ്യുക. അങ്ങനെ ടോട്ടൽ 3 അസറ്റ് റിയലൈസ് ചെയ്ത എമൗണ്ട് 46,000 ആണ്. ഓക്കെ, അസറ്റ് റിയലൈസ് ചെയ്തു. ഓക്കെ, അസറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണ്? ലയബിലിറ്റീസ് പേ ചെയ്യണം. ഓക്കെ, നമുക്ക് ലയബിലിറ്റീസ് നോക്കാം. ഒന്നാമത്തെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് ഉണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഹരി പേ ചെയ്യാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഹരി പേ ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ട് അതെന്ത് ചെയ്യുന്നു? ഹരീസ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുന്നുണ്ട്. ഡെബിറ്റ് സൈഡില് ടു ഹരീസ് ക്യാപിറ്റൽ. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കാണിക്കണോ നിർബന്ധമില്ല. നമുക്ക് പെട്ടെന്ന് ഒരു മിസ്റ്റേക്ക് പറ്റി എന്താ അത് വെരിഫൈ ചെയ്യണമെങ്കിൽ ഐറ്റംസ് ഒന്ന് എഴുതിയിരുന്ന പെട്ടെന്ന് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഹരീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബ്രാക്കറ്റിൽ ബാങ്ക് ഓഡിന്ന് കാണിച്ചത്. ഓക്കെ, 7,000 എഴുതി. അത് നെക്സ്റ്റ് നോക്കിയേ, രവീസ് ക്യാപിറ്റൽ അക്കൗണ്ട് മിസ്സസ് രവീസ് ലോൺ ആണ്. നോക്കിയേ, മിസ്സസ് രവീസ് ലോൺ 4,000 ആര് കൊടുക്കാന്ന് പറയുന്നത്? രവി ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ രവി ഏറ്റെടുത്തു. ആ ലോണ് രവി ഏറ്റെടുത്തു. അതുകൊണ്ട് എന്ത് എഴുതി? ടു രവീസ് ക്യാപിറ്റൽ എഴുതിയിട്ട് മിസ്സസ് രവീസ് ലോൺ ബ്രാക്കറ്റിൽ കാണിച്ചു 4,000 rupees. ഓക്കെ, ഇനി നമ്മുടെ ബാക്കിയുള്ള ലയബിലിറ്റീസ് പേ ചെയ്യണം. ഏതൊക്കെയാണ് ബാക്കിയുള്ള ലയബിലിറ്റീസ് എന്ന് പറയുന്നത്? ഇനി നമുക്ക് അവിടെ ഉള്ള 19,000 rupees എന്ന് പറയുന്നത് എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് 22,000 ആയിരുന്നു. അത് സെറ്റിൽ ചെയ്തത് ഫുൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 19,000. ഓക്കെ, പിന്നെ ക്യാഷ് നമ്മൾ ലയബിലിറ്റീസ് പേ ചെയ്യുന്ന 19,000 സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. 22,000 ഉണ്ടായിരുന്നു. 19,000 rupees കൊടുത്ത് നമ്മൾ സെറ്റിൽ ചെയ്തു. Then 6,000 എന്ന് പറയുന്ന പ്രോവിഡന്റ് ഫണ്ട് ആണ്. 6,000 അത് പേ ചെയ്തു. Then 3,000 എന്ന് പറയുന്ന ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് നമുക്ക് 9,000 ഉണ്ടായിരുന്നു. എത്ര രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ടി വന്നു? 3,000 rupees പേ ചെയ്യേണ്ടി വന്നു. അപ്പം ഈ കൊടുത്തതെല്ലാം കൂടെ ടോട്ടൽ ചെയ്തപ്പം 28,000 rupeesന്റെ ലൈബിലിറ്റി പേ ചെയ്തു. 28,000 rupeesന്റെ ടോട്ടൽ ലൈബിലിറ്റി പേ ചെയ്തു. നമ്മൾ ക്യാഷിന് എഴുതിയതിനു ശേഷം ഓരോന്നോരോന്നായിട്ട് കാണിക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ്, പ്രോവിഡന്റ് ഫണ്ട്, ഓക്കെ, ദെൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട്. നമ്മൾ ഈ എഴുതിയതുപോലെ 1 by 1 ആയിട്ട് ഇപ്പൊ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് മിസ് ഇങ്ങനെ എഴുതിയത്. ഇങ്ങനെ 1 by 1 ആയിട്ട് ഐറ്റംസ് എഴുതി ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിൽ കാണിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ സാബുസ് ക്യാപിറ്റൽ അക്കൗണ്ട് 4,500. ദാറ്റ് മീൻസ് എക്സ്പെൻസസ് മെറ്റ് ബൈ ആരാണ്? സാബു ആണ്. സാബു ആണ് എക്സ്പെൻസസ് മെറ്റ് ചെയ്തത്. അതുകൊണ്ട് സാബുവിന്റെ അക്കൗണ്ടിലേക്ക് കാണിക്കുന്നു. സാബുസ് ക്യാപിറ്റൽ അക്കൗണ്ട് 4,500. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി നോക്കിയാൽ നമ്മുടെ സാധാരണ കേസിൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്തപ്പോൾ ടോട്ടൽ ഡെബിറ്റ് സൈഡ് ആണ് ഹയർ ഫിഗർ വന്നിരിക്കുന്നത്. 1,06,500 കൂടുതൽ ഡെബിറ്റ്. അപ്പൊ ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദ ക്രെഡിറ്റ് സൈഡ്, ദ റിസൾട്ട് ഈസ് എന്താണ്? റിയലൈസേഷൻ ലോസ് ആണ്. റിയലൈസേഷൻ ലോസ് ആണ് അല്ലെ? ഇപ്പൊ ലാഭമാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് സൈഡ് കൂടുതലായിരിക്കും. അപ്പം റിസൾട്ട് എവിടെ വരിക? ഡിഫറൻസ് ഇവിടെ ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ ആണെങ്കിൽ അത് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എവിടെ കേസ് വന്നത്? ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? റിയലൈസേഷൻ ലോസ് ആണ്. ലോസ് മസ്റ്റ് ബി ട്രാൻസ്ഫർ ടു എങ്ങോട്ടേക്ക്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ 12,000 rupees ആണ് ലോസ് വന്നിരിക്കുന്നത്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ദാറ്റ് മീൻസ് 3:2:1 എന്ന് പറയുന്ന പ്രൊപ്പോർഷനിൽ അത് ഡിവൈഡ് ചെയ്തു. 3:2:1 ഡിവൈഡ് ചെയ്തപ്പോൾ ഹരിക്ക് 6,000 rupees സഫർ ചെയ്യേണ്ടി വരും. സാബു 4,000, രവി 2,000 rupees. ഇതാണ് എന്തെന്ന് പറയുക? റിയലൈസേഷൻ അക്കൗണ്ട്. സെക്കൻഡ് പാർട്ട്, പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രിപ്പറേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, നമ്മള് ഹരിക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, സാബുവിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട്, രവിക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട്. അങ്ങനെ 3 അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് പകരമായിട്ട് മിസ് 3 എമൗണ്ട് കോളം കൊടുത്തു. ഓരോ എമൗണ്ട് കോളത്തിന് അവരുടെ പേരും കൊടുത്തു. ആദ്യം ഹരി, ഇവിടെ ഡെബിറ്റിലും ക്രെഡിറ്റിലും ഹരി, സാബു, ഡെബിറ്റിലും ക്രെഡിറ്റിലും സാബു, ദെൻ ലാസ്റ്റ് രവിന്ന് കൊടുത്തു. ഓക്കെ, നോക്കാം. നമ്മള് ക്യാപിറ്റൽ അക്കൗണ്ട് ബ്രോ ഡൗൺ ചെയ്യുന്ന ഏതാണ്? ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ കൊണ്ടായിരിക്കണം ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ആണ് ബൈ ബാലൻസ് ബ്രോ ഡൗൺ. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ആണ് ബൈ ബാലൻസ് ബ്രോ ഡൗൺ. ഹരി 12,000, സാബു 8,000, രവി 6,000. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന സെയിം ബുക്ക് വാല്യൂ അതേപടി എടുത്ത് എഴുതിയതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഐറ്റം, ഓക്കെ, ടു P&L അക്കൗണ്ട്. ദാറ്റ് മീൻസ് ഇത് അക്യുമുലേറ്റഡ് ലോസ് ആണ്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഫിഗർ ആണ്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഫിഗർ ആണ് എന്തെന്ന് പറയാം? P&L അക്കൗണ്ട് അക്യുമുലേറ്റഡ് ലോസ് ആണ്. ഇനി അല്ല നമ്മുടെ പിന്നെ വെർട്ടിക്കൽ ഫോർമാറ്റിലാണെങ്കിൽ P&L അക്കൗണ്ട് ബ്രാക്കറ്റിൽ ഡെബിറ്റ് ബാലൻസ് തരും. അങ്ങനെ ഡെബിറ്റ് ബാലൻസ് തന്നാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് തന്നാൽ അതെന്തായിരിക്കും? അക്യുമുലേറ്റഡ് ലോസ് ആണ്. അത് എന്ത് ചെയ്യണം?
അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 6,000 റുപ്പീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ 3:2:1 ഡിവൈഡ് ചെയ്തു. 6,000 ആയിരുന്നു അക്യുമുലേറ്റഡ് ലോസ്. P&L അക്കൗണ്ടിന്റെ ഫിഗർ 6,000 ആണ്. 6,000 ഇൻറ്റു 3/6, 2/6, 1/6 ആണ്. ഓക്കെ, അപ്പൊ 3,000, 2,000, 1,000 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം നമുക്കറിയാം ഇതെന്താണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആര് പേ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹരി പേ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എൻട്രി എന്താ എഴുതിയേ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഹരീസ് ക്യാപിറ്റൽ ആയിരുന്നു അല്ലെ. അപ്പൊ ടു ഹരീസ് ക്യാപിറ്റൽ എന്നുണ്ടായിരുന്നു. അപ്പൊ ഹരിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് കാണിക്കണം, ബൈ റിയലൈസേഷൻ കാണിക്കാം. അപ്പൊ ബൈ റിയലൈസേഷൻ 7,000 റുപ്പീസ് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അദ്ദേഹം നെറ്റ് ചെയ്യാന്ന് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ. അടുത്ത നോക്കിയാൽ സാബു 4,500 ആണ്. ദാറ്റ് മീൻസ് എക്സ്പെൻസസ് നെറ്റ് ബൈ സാബു ആണ്. റിയലൈസേഷൻ എക്സ്പെൻസസ് നെറ്റ് ബൈ സാബു. അപ്പം സാബുവിന്റെ ബുക്കിൽ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്താ എഴുതിയേ, ടു സാബൂസ് ക്യാപിറ്റൽ എഴുതിയായിരുന്നു അല്ലെ. ടു സാബൂസ് ക്യാപിറ്റലിന് ഡെബിറ്റ് സൈഡിൽ റിയലൈസേഷൻ അക്കൗണ്ടിൽ എഴുതി. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ റിയലൈസേഷൻ എഴുതിയിട്ട് 4,500. ഓക്കെ, 4,500. Then 4,000 റുപ്പീസ് മിസ്സസ് രവീസ് ലോൺ ആര് ടേക്ക് ഓവർ ചെയ്തു, രവി ടേക്ക് ഓവർ ചെയ്തു. മിസ്സസ് രവിയുടെ ലോൺ രവി ടേക്ക് ഓവർ ചെയ്തു. അപ്പൊ നമ്മളവിടെ എൻട്രി എഴുതിയത് എന്തായിരുന്നു, റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു രവീസ് ക്യാപിറ്റൽ ആയിരുന്നു. അപ്പം ആ രവീസ് ക്യാപിറ്റലില് ക്രെഡിറ്റ് സൈഡിൽ ബൈ റിയലൈസേഷൻ എഴുതി, രവിയുടെ കോളത്തിൽ 4,000 റുപ്പീസ് എഴുതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്ന് പറയുന്നത് റിയലൈസേഷൻ ലോസ് ആണ്. റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്ത ഫിഗർ ആണ്. അത് നമ്മൾ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, ബൈ എന്താണ് ഹരീസ് ക്യാപിറ്റൽ, സാബൂസ് ക്യാപിറ്റൽ, രവീസ് ക്യാപിറ്റൽ. നമ്മൾ ബൈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതിയിട്ട് ഹരി, സാബു ആൻഡ് രവി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. 6,000, 4,000, 2,000 ഇത്ര ഐറ്റംസ് ആണ് ഇതിൽ എഴുതാനുണ്ടായിരുന്നുള്ളൂ. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ഇത് ടോട്ടൽ ചെയ്തപ്പോൾ 19,000. പിന്നെ സാബുവിന്റെ അക്കൗണ്ട് ബാലൻസ് ടോട്ടൽ ചെയ്തപ്പോൾ 12,500. ദെൻ രവിയുടെ അക്കൗണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ 10,000 കിട്ടി. അപ്പം അത് നമ്മൾ എന്ത് ചെയ്തു, സെയിം ഫിഗർ ഇവിടെ എഴുതി. അതാണ് ഹയർ ഫിഗർ, രണ്ടിടത്തും എഴുതി. അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ 10,000 ആണ് ഹരിയുടെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. സാബുവിന്റെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 6,500 ആണ്. ദെൻ രവിയുടെ അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത് 7,000 ആണ്. ഈ ഫിഗേഴ്സ് എല്ലാം തന്നെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഫൈനൽ സെറ്റിൽമെന്റ് ആണ്. ഇത്ര ഫിഗർ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ക്യാഷ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. ക്യാഷ് ഓർ ബാങ്ക് ആണ്. ക്യാഷ് ഓർ ബാങ്ക് എന്ന് എഴുതിയതിനു ശേഷം ട്രാൻസ്ഫർ ചെയ്യുക. ഇത് കണ്ടുപിടിച്ച ഫിഗർ ആയതുകൊണ്ടാണ് മിസ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ക്യാഷ് അക്കൗണ്ട് തേർഡ് സ്റ്റെപ്പ് ആണ് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്, പർട്ടിക്കുലർ റുപ്പീസ്. നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ക്യാഷ് ബാലൻസ് വെച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിലെ ക്യാഷ് ബാലൻസോ ബാങ്ക് ബാലൻസോ നമ്മൾ ഇതുവരെ എങ്ങും എടുത്തിട്ടില്ല. അപ്പൊ അതെല്ലാം അത് രണ്ടും നമ്മൾ എവിടെ എടുക്കണം, ഈ ക്യാഷ് അക്കൗണ്ടിൽ എടുക്കാം. ക്യാഷ് ബാലൻസ് ആണെങ്കിൽ ടു ബാലൻസ് ബ്രോഡൗൺ എന്നും, ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ടു ബാങ്ക് എന്ന് എഴുതി എമൗണ്ട് കാണിക്കുക. ഇവിടെ ബാങ്ക് ബാലൻസ് ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ, ക്യാഷ് ബാലൻസ് മാത്രമേ ഉള്ളൂ. ടു ബാലൻസ് ബ്രോഡൗൺ 10,500 റുപ്പീസ് എഴുതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നമ്മുടെ അസറ്റ് റിയലൈസ് ചെയ്താണ്. അതായത് ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നതും ക്രെഡിറ്റ് സൈഡിൽ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയതുമാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയാൽ അസറ്റ് റിയലൈസ് ചെയ്തത് 46,000 റുപ്പീസിന്റെ അസറ്റ് റിയലൈസ് ചെയ്തു. അവിടെ നമ്മൾ ഇന്നർ കോളത്തിൽ എവിടെയാണ്, റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ഇന്നർ കോളത്തിലെ എമൗണ്ട് എഴുതി ടോട്ടൽ ചെയ്ത ഔട്ടർ കോളത്തിലാണ് നമ്മൾ കാണിച്ചത്. ആ ടോട്ടൽ ഫിഗർ മാത്രം ഇവിടെ കാണിച്ചാൽ മതിയാകും. ബൈ റിയലൈസേഷൻ അക്കൗണ്ട് 46,000 റുപ്പീസ് എഴുതി. നോക്കിയേ, ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് ബൈ റിയലൈസേഷൻ 28,000. ആ 28,000 എന്ന് പറയുന്നത് എന്താണ്, ലൈബിലിറ്റീസ് പേ ചെയ്തതാണ്. ലൈബിലിറ്റിയും എക്സ്പെൻസസും ഒക്കെ പേ ചെയ്ത ഫിഗർ ആണ് എന്തെന്ന് പറയുക, 28,000 എന്ന് പറയുക. ഓക്കെ, അതായത് 19,000 ക്രെഡിറ്റേഴ്സ് പേ ചെയ്തു, 6,000 പ്രോഡ് ഫണ്ട് പേ ചെയ്തു, ദെൻ ആക്സിഡന്റ് കോമ്പൻസേഷൻ ഫണ്ട് 3,000 പേ ചെയ്തു അല്ലെ. അതൊക്കെയാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് 28,000 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഹരിയുടെ ലോൺ നമ്മളെ പാർട്ട്നേഴ്സിന്റെ ലോൺ അക്കൗണ്ട് എവിടെ എടുത്തില്ല. റിയലൈസേഷന്റെ മിസ്സസ് പാർട്ട്ണറിന്റെ ആണെങ്കിൽ നമ്മൾ എടുത്തു. പാർട്ട്ണറിന്റെ ലോൺ എവിടെ മാത്രമാണ് ഡയറക്ട്ലി നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ പേ ചെയ്യുക മാത്രം കാണിക്കുക. പാർട്ട്നേഴ്സിന്റെ ലോൺ റിയലൈസേഷൻ അക്കൗണ്ടിലോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലോ കാണിക്കില്ല. ഓക്കെ, അപ്പം ഹരിയുടെ ലോൺ നമ്മൾ പേ ചെയ്യാണ്. ബൈ ഹരീസ് ലോൺ 5,000 റുപ്പീസ് ആയിരുന്നു ഹരിയുടെ ലോൺ, അത് പേ ചെയ്തു. ദെൻ ഈ മൂന്ന് ഫിഗർ എന്ന് പറയുന്നത് ഹരീസ് ക്യാപിറ്റൽ, സാബൂസ് ക്യാപിറ്റൽ, രവീസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസിന്റെ ഫിഗർ ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ തൊട്ട് മുമ്പ് ബാലൻസ് ചെയ്തു. അപ്പൊ ഹരിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് കിട്ടിയ 10,000 ആണ്. സാബുവിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് 6,500 ആയിരുന്നു.
then Devi's capital account balance 7,000 ആണ്. ഇനി നോക്കിയേ, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിന് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെയ്ത പ്രോബ്ലം കറക്റ്റ് ആണ്. എന്തെങ്കിലും ഡിസഗ്രിമെന്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്, ടോട്ടൽ ഡെബിറ്റും ടോട്ടൽ ക്രെഡിറ്റും ഈക്വൽ അല്ലാതാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രോബ്ലത്തിൽ എവിടെയോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ട് നമുക്ക് ഇത് ടാലി ആയാൽ, ദാറ്റ് മീൻസ് ഇത് ഈക്വൽ ആയാൽ നമ്മൾ ചെയ്ത പ്രോബ്ലം കറക്റ്റ് ആണ് എന്നൊരു ഡിസിഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, നന്നായിട്ട് കെയർഫുൾ ആയിട്ട് ഓരോ ഐറ്റം മിസ് എന്താണ് പറഞ്ഞത്, ഓരോ ഐറ്റത്തിനെ കുറിച്ച് മിസ് എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് അത് പോസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓരോ അക്കൗണ്ടിൽ എഴുതേണ്ടത് എന്ന് നല്ല കെയർഫുൾ ആയിട്ട് നന്നായിട്ട് വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്.